എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കാത്തണ്ട് കിഴിയിലേക്ക് പോവാം. എന്താണ് മത്സരത്തിന്റെ മലയാളം? ഓക്കെ. മലയാളം ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ വിജയിക്കട്ടെ. ടൈൽ, ഹെഡ് പോന്നോട്ടെ. ഫസ്റ്റ് വൺ. ഓക്കെ. കുറേ ആയില്ലേ നമ്മൾ മത്സരം വെച്ചിട്ട്? ഒരാഴ്ച. സത്യം. പടക്കളം. ഇത് ശരിയാണ്, പടക്കളം തന്നെ. പടക്കളാണ്. തുടങ്ങി. സുരാജ് വെഞ്ഞാറമൂട്, ഷറഫുദ്ദീൻ ഇവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. സിനിമ റിലീസിനെത്തുന്നത് മെയ് 2 ഓക്കെ. മനു സ്വരാജാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. അടുത്തത് റോന്ത്. ദിലീഷ് പോത്തനും റോഷൻ മാത്യു പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. ഷാഹി കബീർ ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ആളുടെ രണ്ടാമത്തെ സിനിമ അല്ലേ, സംവിധാന സംരംഭം. ഇളവീഴ പൂഞ്ചിറയല്ലേ ആദ്യത്തത്. ഓക്കെ. അടുത്ത കിഴി അഭിലാഷം സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ഇന്ന് വരും. നമ്മുടെ സൈജു കുറുപ്പും പിന്നെ താൻവീർ റാമും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ് കേട്ടോ. ഇന്ന് 6 മണിക്കാണ് ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് വരുന്നത്. രണ്ടുപേരുടെ ലുക്കും വരുന്നുണ്ട്, അതായത് നായികയുടേതും നായകൻ്റേതും. ഓക്കെ. സിനിമ സംവിധാനം ചെയ്യുന്നത് ഷംസു സൈബ, സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അടുത്തത് ഗുഡ് ബാഡ് അഗ്ലി. തൃഷയുടെ ക്യാരക്ടർ നെയിം രമ്യ. ഇന്നലെ ഒരു സ്പെഷ്യൽ വീഡിയോ വന്നിട്ടുണ്ട്. സംഭവം ഏപ്രിൽ 10 കാണാമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതെ. ഓക്കെ. അപ്പോൾ രമ്യ അല്ലേ? അജിത് കുമാർ നായകനാവുന്ന സിനിമയാണ്. 2-1. എടാ നമ്മുടെ കിഴി ആകെ കീറി പറഞ്ഞു തുടങ്ങിട്ടോ. മാറ്റാനായി. ഓക്കെ. അടുത്തത് ഡിറ്റക്റ്റീവ് ഉജ്വലൻ സിനിമയുടെ ഒരു ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട്. SI സച്ചിനും കൂട്ടരും. 3-1. നമ്മുടെ റോണിയാണുള്ളത്. റോണി നൈസായിട്ട് മത്സരം ഇല്ലാണ്ട് സ്കിപ്പ് ചെയ്ത് പോയാൽ മതി. അടുത്തത് ദൃശ്യം 3. ഹിന്ദി. മലയാളം കൂട്ടൂല, അതുകൊണ്ട് പിന്നെ അതാണ് ഒരു സന്തോഷമില്ലാത്ത. അല്ലെങ്കിൽ എപ്പ അടിച്ചു കയറി വാന്ന് പറഞ്ഞ പോലെ ഞാൻ വന്നേന്. ഈ അപ്ഡേറ്റ് പറയുമ്പോഴും നമുക്ക് വിഷമം തോന്നും. അതൊരു സത്യം. ദൃശ്യം 3 നമ്മുടെ അജയ് ദേവ്ഗൺ കൺഫേം ആക്കിയിട്ടുണ്ട് കേട്ടോ. ഷൂട്ട് തുടങ്ങാൻ പോവാണ് ഓഗസ്റ്റില്. മലയാളം വരുന്നതിന് മുൻപ് ഹിന്ദി തുടങ്ങുന്നു. പക്ഷെ ഹിന്ദിക്കാർ മനസ്സിലാക്കാൻ പോകുന്ന ഒരു കാര്യമുണ്ട് ഈ സിനിമ റിലീസ് ചെയ്യുമ്പോൾ. അതായത് ദൃശ്യം 1ഉം 2ഉം ഇത് നമ്മളതല്ല എന്നുള്ള സത്യം അവർ അന്ന് മനസ്സിലാക്കും. അതെ, ഇത് നമ്മുടെ ബോളിവുഡിന്റെ ആണെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു നിമിഷമായിരിക്കും അത്. ദൃശ്യം 3 ഇത് ബുദ്ധിയുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് വന്നല്ല. അല്ല, ഇതൊരു കോപ്പിലെ പരിപാടി ആവുമല്ലോ. അപ്പോ എന്താടാ ശരിക്കും അങ്ങനെ സമ്മതം കൊടുക്കാൻ പറ്റുമോ? കാരണം അതിന്റെ റൈറ്റ്സ് വാങ്ങിയിട്ടാണല്ലോ ദൃശ്യം 1ഉം 2ഉം ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതിന്റെ പേരിൽ അതേ കഥാപാത്രങ്ങളെ വെച്ച് ദൃശ്യം 3 ചെയ്യാൻ പറ്റുമോ? അവരനുമതി കൊടുത്തിട്ടുണ്ടാവും. കോപ്പിലെ പരിപാടിയാണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൃശ്യം 3ക്ക് ഭയങ്കരമായിട്ട് അത് അടിയാവുമല്ലോ. ഇനി അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും. മോശമാണെങ്കിൽ കുഴപ്പമില്ലല്ലേ? നല്ലതാണെങ്കിൽ പ്രശ്നമാണ്. ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ അതിനെ കുറിച്ച്? ദൃശ്യം നന്നാവില്ലല്ലേ? ദൃശ്യം 3 നന്നാവില്ലാന്നോ പറയാൻ പറ്റില്ല. ഹിന്ദി വേർഷൻ അതിനകത്ത് നീ പറയാൻ പറ്റുമെന്ന് പറഞ്ഞാലും ഞാൻ പറയും. അറിയാം ഏകദേശം എന്തായിരിക്കും എന്നുള്ളത്. അത് പിന്നെ എപ്പോഴും ഇതുപോലത്തെ രീതിയിലൊന്നും ചിന്തിക്കൂല ആ സാധനം ചെയ്യുമ്പോൾ, എഴുതുമ്പോൾ. എത്ര വലിയ എഴുത്തുകാരനാന്ന് പറഞ്ഞിട്ടും കാര്യം. മലയാളത്തിൽ തന്നെ, അതായത് ജിത്തു ജോസഫിന് തന്നെ ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്. അതെ, അതിന്റെ ഇടയ്ക്ക് അപ്പനെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ള ലെവലിലേക്ക് വരും. ഓക്കെ. അടുത്ത കിഴി ഹിറ്റ് 3. സർക്കാർ ലാത്തി എന്ന് പറയാൻ വയ്യട്ടോ. ഈ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു സംഭവം ഉണ്ട്, ഈ ലത്തി ഇല്ലേ, അത് ശരിക്കും ലത്തി എന്നാണ് പറയാ. ലാത്തി എന്ന് ഈ മാധ്യമങ്ങളും നമ്മൾ ജനങ്ങളും പറഞ്ഞ് അങ്ങനെ ആയതാണ്. ലത്തി എന്നാണ് അതിന്റെ ഒറിജിനൽ പേര്. ലാത്തി എന്നാണ് ഇവര് കൊടുത്തിരിക്കുന്നത് തെലുങ്കില്. ഓക്കെ. അതായത് ഇതിന്റെ ഈ ടീസറിന്റെ പേര് സർക്കാർ ലാത്തി എന്നാണ്. പക്ഷെ ലത്തി എന്നാണ് ശരിക്കും ഇതിന്റെ പേര്.
ഓക്കെ, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഇതിൻ്റെ എന്തായാലും അതായത് ഒഫീഷ്യൽ ടീസർ നാളെ വരും 24-ാം തീയതി. അതിന് മുൻപ് ഇന്നലെ ഇതിൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്, ഒരു 19 സെക്കൻഡിൻ്റെ. ഓക്കെ, ലത്തിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് സർക്കാരിന് ആണോ, ഹൃദയപൂർവ്വം 3-2 ഹൃദയപൂർവ്വം സിനിമയുടെ ലൊക്കേഷൻ സ്റ്റില്ലുകൾ പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ മാളവിക മോഹൻ ഓൺ ബോർഡ് ആയിട്ടുണ്ട്. ഷൂട്ട് തുടങ്ങിയതിന്റെ കുറച്ച് ഭാഗങ്ങളാണ് തോന്നുന്നു. ആള് ജോയിൻ ചെയ്തിട്ടുണ്ട്. സംഭവം ലാലേട്ടന്റെ പേരായിരിക്കുമോ? ആയിരിക്കും തോന്നുന്നു. പേരാണെങ്കിൽ അത് കാമുകിയൊക്കെ ആണെങ്കിലാണ് പ്രശ്നം അല്ലേ? ഭാര്യയൊക്കെ ആണെങ്കിട്ടാണെങ്കിൽ പിന്നെ അങ്ങ് പോകും. അഡ്ജസ്റ്റ് ആക്കാം. ഈ പ്രേമം ഇത് കൊണ്ടുവരാതിരുന്നാൽ മതിയായിരുന്നു. ഭീകരമായിട്ട് ആയിരിക്കും. ഓക്കെ, എന്തായാലും നമ്മുടെ സത്യനന്ദിക്കാടാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ലാലേട്ടൻ്റെ ഒരു ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു സിനിമയായിരിക്കും എന്ന് തോന്നുന്നു. അതിൻ്റെ പേര് അങ്ങനെയാണല്ലോ, ഹൃദയപൂർവ്വം. നോക്കാം. ഓക്കെ, അടുത്ത കിഴി MMN. വിടുന്നില്ലല്ലോ, 4-2 MMN സിനിമയുടെ ഡൽഹി ഷെഡ്യൂൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാലേട്ടൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് സ്റ്റീൽസ് വന്നിട്ടുണ്ട്. ലുക്ക് അടക്കിയാണ് വന്നിട്ടുള്ളത് കേട്ടോ. സാൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലാണ് രണ്ടുപേരും. എന്ത് കോപ്പിലെ പരിപാടിയാന്ന് നോക്കണേ. ഇതിൻ്റെ ടൈറ്റിൽ വന്നിട്ടില്ല, ഫസ്റ്റ് ലുക്ക് വന്നിട്ടില്ല. അതിന് മുൻപേ ഇവരുടെ ക്യാരക്ടർ ലുക്ക് വെച്ചിട്ട് പല സ്ഥലങ്ങളിലും വീഡിയോ വരെ വരുന്നു. എന്ത് പ്രൊമോഷനാണിത്? 100 കോടിയുടെ സിനിമയാണ്. ഒന്ന് ചിന്തിക്കണം, 100 കോടിയുടെ സിനിമ. ഞാൻ പറഞ്ഞു മടുത്തോണ്ട് ഞാൻ പറയാനില്ല അതിനെക്കുറിച്ച്. എത്രയാണ് എഴുതിയിട്ട് അവിടെ വായിട്ട് അടയ്ക്കുന്നത്? എന്ത് പരിപാടി? കുറച്ചെങ്കിലും മനസ്സിലാക്കണ്ടേ? പിന്നെ നമ്മള് പറയുന്നത് കൊണ്ട് മനസ്സിലാക്കണം നല്ല. പക്ഷെ ഇത്രയും വലിയൊരു സിനിമ അല്ലെങ്കിൽ ഇത്രയും ബഡ്ജറ്റിൽ വരുന്നൊരു സിനിമ എന്ന് ഷൂട്ട് തുടങ്ങിയതാ. ആ സമയത്ത് തന്നെ ഇവരുടെ ഒരു ഫസ്റ്റ് ലുക്കോ അല്ലെങ്കിൽ പേരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പുറത്തു വിട്ടിട്ടാണെങ്കിൽ പിന്നെ അതിനനുസരിച്ച് അങ്ങ് പോയേനെ. ഇതെങ്ങനെ ഇവര് ഹൈപ്പ് ഉണ്ടാക്കിയെടുക്കും എനിക്കറിയില്ല. ഇനി എങ്ങനെ ഇത് ഹൈപ്പ് ഉണ്ടാക്കുക? ഇനി ഫസ്റ്റ് ലുക്കിന് ആർക്കെങ്കിലും വലിയ പ്രത്യേകത തോന്നുമോ? ഇവരുടെ രണ്ടുപേരുടെ ലുക്ക് രണ്ടും പുറത്തു വന്നു. ഇനി എന്താണ് ഫസ്റ്റ് ലുക്കിൽ വരാനുള്ളത്? പേരുണ്ടാവും. അതെ, സിനിമയുടെ പേര് കാണുമ്പോൾ ഒരു ആശ്ചര്യം അത് കിട്ടും. എന്തേലും ആട്ടെ, എന്താണെങ്കിലും ഇങ്ങനെയാണെങ്കിൽ പേരും ആദ്യം വരും, അതിനുശേഷം അതൊക്കെ വരുള്ളൂ. എന്താണെങ്കിലും ഗാംഗുലി ബയോപിക്. ഓക്കെ, രാജ്കുമാർ റാവു ഗാംഗുലി ആകുന്നു. ഇത് ഗാംഗുലി തന്നെയാണ് കേട്ടോ കൺഫേം ചെയ്തിട്ടുള്ള. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വരുന്നേ ഉള്ളൂ. ഓക്കെ, പൊളിയായിരിക്കും, അല്ലെങ്കിൽ ബംഗാൾ കടുവ. ദാദയാണ് എപ്പോഴും പൊളി ഹൈലൈറ്റ്. ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടില്ലേ, ഓഫിലേക്കുള്ള 4ഉം 6ഉം ഒക്കെ മുരളീധരനെ എടുത്തിട്ട് പൂസി ഒരു പൂസല് മറക്കൂലേ? ഒരിക്കലും മറക്കൂല. 183 റണ്ണ് ശ്രീലങ്കനെ കുട്ടിക്ക് ഏത് ബോളാ ഇടണ്ടേന്നുള്ളത് അത് സെന്റർ വരെയൊക്കെ കേറിപ്പോയിട്ട് സംഭവം കിട്ടിയില്ല. ബോൾ ഇടുന്നുണ്ട്, പക്ഷെ ഇടുന്ന സ്ഥലത്ത് ചെല്ലുകയാണ്. വളരെ മികച്ച ബോളാകും, പക്ഷെ അതിനു മുൻപ് അവിടെ ചെന്നിട്ട്, അതായത് എവിടെയാണ് ഇടുന്നത് അവിടെ ചെന്നിട്ട് അടിച്ചിട്ട് കയറ്റാണ്. ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്, 2 സ്റ്റെപ്പ് 3 സ്റ്റെപ്പൊക്കെ ഫ്രണ്ടിലേക്ക് കണ്ടിട്ടുണ്ട്. ഇത് പോണ പോക്ക് അത് അടിച്ച് 6 അടിച്ചിട്ട് തിരിച്ചു വരും. ആ കളി കണ്ട അയ്യോ ജീവിതത്തിൽ മറക്കൂല. പിന്നെ ആ 6കൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ 6കളൊക്കെ സാധാരണ ഇങ്ങനെയുള്ള 6കളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര രസമാണ്. അതല്ല, ഇതിങ്ങനെ ഉയർന്നു കുറെ സമയം എയറിൽ എന്നിട്ടാണ് ഇത് വീഴുള്ളൂ. അങ്ങനത്തെ 6ആ, എന്തൊരു സാധനമായിരുന്നു. മറക്കൂലട്ടോ. അത് തകർത്ത് കണ്ടുകൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് പോകൂല. അതേപോലെ തന്നെയായിരുന്നു. അപ്പൊ അതൊക്കെ ഉണ്ടാവുന്നില്ലേ? പിന്നെ ഹൈസ്കോർ 183. മറ്റേ അതുപോലൊക്കെ തന്നെയാണ് മറ്റേ സംഭവങ്ങൾ. സച്ചിന്റേതും അതേപോലെ കുറെ സാധനങ്ങളുണ്ട്. ഷെയ്ൻ ബോൺ എവിടെ ഷെയ്ൻ ബോൺ, മഗ്രാത്ത്, ബ്രെറ്റ്ലി, മറ്റേ അക്തർ, ഇവരൊക്കെ മറ്റേ വൻ സംഭവമായിട്ട് വന്ന് നിന്നോടുത്ത്. പിന്നെ ന്യൂസിലാൻഡിന്റെ സിംബാന്റെ പിന്നെ നമ്മുടെ ന്യൂസിലാൻഡിന്റെ ഒരു താരം ഉണ്ടായിരുന്നല്ലോ വേൾഡ് കപ്പിൽ വന്നിട്ട് സച്ചിനെ വെല്ലുവിളിച്ച്. സച്ചിൻ എനിക്കൊരു സംഭവം അല്ലാന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ വെല്ലുവിളിക്കും. പിറ്റത്തെ കളിയില് ഹോഗിനെ എഴുതി കൊടുത്തു, ഇനി ഇത് ആവർത്തിക്കൂലെന്ന്. അതായത് വിക്കറ്റ് എടുത്ത ബോളും കൊണ്ട് വന്നപ്പോ അതും എഴുതി കൊടുത്തു.
പിന്നെ സംഭവിച്ചിട്ടില്ല. സംഭവിച്ചിട്ടില്ല. മാത്രമല്ല അതിനുശേഷം ഒരുപാട് കളി ടെസ്റ്റിൽ വരെ ഓസ്ട്രേലിയയും ഇന്ത്യയും നേരിട്ട് കളിച്ചിട്ടുണ്ട്. പക്ഷെ ആളെ തെരഞ്ഞെടുത്ത് ടെസ്റ്റ് ഒക്കെ എക്കണോമി ഒക്കെ ഹൈ കയറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ മുതലാളാണ്. അതിനകത്ത് ആള് ദാദയൊക്കെ വരാൻ ദാദയൊക്കെ സിനിമ എന്തായിരിക്കും. അപ്പൊ മിക്കവാറും 2003 ഇതുണ്ടാവില്ലേ, വേൾഡ് കപ്പ് ഉണ്ടാവില്ലേ, പരാജയപ്പെട്ടവന്റെ ഫൈനല്. ആ സേവാഗിനൊന്ന് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് അല്ലേ കുറച്ചുകൂടെ ഒന്ന് ആഞ്ഞു വെച്ചിരുന്നെങ്കിൽ, ഒന്ന് മുന്നിൽ ഇറക്കിയിരുന്നെങ്കിൽ. റൺഔട്ട് അല്ല അതില്, റൺഔട്ടില്ല. അതും എത്ര ലാസ്റ്റ് സമയത്ത് 84 എത്ര, അയ്യോ 365 റണ്ണാണ്ട് വേണം ജയിക്കാൻ. സേവാഗ് നിന്നാ സിമ്പിളായിട്ട് അടിക്കുമായിരുന്നു, ഒറ്റ അടിക്കാൻ കഴിയും. കൂടെ ഒരാളും ഇല്ലാണ്ടാണ് ആ സ്ഥലത്ത് എത്തിയത്. അതൊക്കെ ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. അന്നൊക്കെ ഇരുന്ന് കണ്ടോണ്ടിരുന്ന കാലം. ഇന്ന് പാകിസ്ഥാൻ അടിപൊളി. ഇത് പറഞ്ഞോണ്ടിരുന്നപ്പോളാ ഇന്ന് പാകിസ്ഥാനായിട്ട് മാച്ച് നടക്കും. കാലങ്ങളായി ഇതൊന്ന് കണ്ടിട്ട്. അയ്യോ, ഇന്നൊരു ഓളമായിരിക്കും. അതും പാകിസ്ഥാനിൽ വെച്ച് തന്നെയല്ലേ, പാകിസ്ഥാനിൽ വെച്ചിട്ട്. ഒന്ന് ചിന്തിച്ചു നോക്കുക. അതായത് 2003 തന്നെ പറയാം. അന്ന് പാകിസ്ഥാനോടുള്ള കളിയിലേ അക്തറിനെടുത്തിട്ട് ഒരു 6 ഉണ്ട്. സച്ചിൻ സത്യം. ഗാംഗുലി ഒരു മുതലാന്ന് പറയാൻ കാരണം എന്താ പറയുക, ഗാംഗുലി എപ്പോഴും താരങ്ങളെ, അതായത് തൻ്റെ സ്ഥാനം ഒഴിവാക്കി കൊടുത്തിട്ട് വേറുള്ളവരെ വളർത്തിയെടുത്തവരാണ്. ഇപ്പോൾ ധോണി വളരെ നല്ലൊരു ക്യാപ്റ്റൻ ആണെങ്കിൽ പോലും, പക്ഷെ അത് ധോണി നേടിയിരിക്കുന്നത്, അതായത് ഗാംഗുലി ഉഴുതുമറിച്ച് കൊടുത്തിരിക്കുന്ന കൃഷിയിടത്തിലാണ്. അതാണ് അങ്ങനെ മാറ്റമുണ്ട്. പിന്നെ എന്താണെന്നറിയോ, പല സമയങ്ങളിലും സെൽഫിഷ് എന്ന് പറഞ്ഞ സാധനത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് ധോണി ഗാംഗുലി അങ്ങനെ അല്ലായിരുന്നു. ഗാംഗുലി ഇറക്കി വിടുമായിരുന്നു. അങ്ങനത്തെ അത് പല കളികളിൽ പല മാറ്റങ്ങളും കൊണ്ടുവന്നു. ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ക്യാപ്റ്റനായിരുന്നു. അത് വേൾഡ് കപ്പ് കിട്ടിയില്ല എന്നുള്ളൊരു പോരായ്മയാണെങ്കിൽ പോലും ബാക്കി കളികളിലൊക്കെ ഉണ്ടല്ലോ. പക്ഷെ നമുക്ക് പിന്നീട് കിട്ടിയതൊക്കെ ആളുടെ വേർപ്പിലും കൂടി വന്നതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, നമ്മുടെ സിനിമ അപ്ഡേറ്റ്സ് ആണ്, അതിൽ കടന്നുപോയി ക്രിക്കറ്റിലേക്ക് സ്പോർട്സ് അപ്ഡേറ്റ്സ് ആയി മാറി. ഓക്കെ, അടുത്ത കിഴിയിലേക്ക് കിടക്കാം. അടുത്ത കിഴി, ഇനി എനിക്ക് തോറ്റാലും വേണ്ടില്ല, ഗാംഗുലിന്റെ ആ ഒരു ആവേശത്തിലിരിക്കുക, നമ്മുടെ പഴയ ഇന്ത്യൻ ക്രിക്കറ്റ്. ഓക്കെ, അടുത്ത കിഴി മീറായി സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അതെ, ഒഫീഷ്യൽ അനൗൺസ്മെന്റ് പോസ്റ്റർ. തെജ്ജ സർജ അല്ലേ, ഹനുമാനിലെ നായകൻ ആളാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. അടുത്തത് DD Next Level. ഇന്നത്തെ കിഴിയും തീരുമാനം. എന്താണെങ്കിലും സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ വരുന്നു 26-ാം തീയതി, ഫെബ്രുവരി 26-ന് 11 മണിക്ക്. ഓക്കെ. അല്ല, ഇന്ന് എന്താവും നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും കളി? അത് ഇന്ത്യ ആയിരിക്കും, അല്ലാണ്ട് ഇപ്പൊ എന്താ. ആർക്കായിരിക്കും ടോസ്? ഇന്ത്യക്ക്. ഫസ്റ്റ് ബാറ്റിംഗ് ഇന്ത്യ. തകർക്കും. പണ്ടും അങ്ങനെയാണല്ലോ, ഫസ്റ്റ് ബാറ്റിംഗ് ഇന്ത്യക്ക് കിട്ടണേന്ന് പറഞ്ഞിട്ട് കളി ആർക്കായാലും കിടിലം കളിയായിരിക്കും. ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നത് ആണോ? എന്തൊരു തേങ്ങയാണ്. പറഞ്ഞും കുടുങ്ങി. എവിടെയെങ്കിലും ഇവിടെ അടുത്ത് ക്രിക്കറ്റ് കളിക്കണ്ടോ? ടർഫിൽ പോയി കളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനാണ് കേട്ടോ, ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് എനിക്ക്. ഭയങ്കര വൈബല്ലേ. ഓക്കെ, അടുത്ത കിഴി അജഗജാന്തരം 2. അജഗജാന്തരം 2ാം ഭാഗം വരുന്നുണ്ട്. നമ്മുടെ ടിനു പാപ്പച്ചൻ തന്നെയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് കേട്ടോ. വരുന്നത്, അതായത് പ്ലാൻ ചെയ്യുന്നത് 2025 ലാസ്റ്റിലേക്കാണ് ഷൂട്ട്. അത് തന്നെ പ്ലാൻ ചെയ്യുന്നുള്ളൂ, അത് ഇനിയും അങ്ങോട്ട് മാറിയേക്കാം. കാരണം ടിനു പാപ്പച്ചന് 2 സിനിമകളുണ്ട്. ഒന്നിപ്പോൾ നമ്മുടെ സജിൻ ഗോപു നായകനാവുന്ന സിനിമയല്ലേ, ആള് പോലീസ് സ്റ്റേഷനിൽ. അതിനുശേഷം മമ്മൂക്കയായിട്ടുള്ളൊരു സിനിമ ഉണ്ട്, അതിനുശേഷം ഇതൊക്കെ വരുള്ളൂ. എന്താണെങ്കിൽ 2025 ലാസ്റ്റിലേക്ക് ഷൂട്ട് തുടങ്ങും എന്നുള്ളതാണ് കേൾക്കുന്നത്. അതെ, ആന്റണി പെപ്പ തന്നെയാണ് വരുന്നത്. അതെ, അതായത് വിശ്വസിക്കാൻ പറ്റിയ ആളിൽ നിന്ന് തന്നെയാണ് അറിഞ്ഞിരിക്കുന്നത്. അടുത്തത് മദ്രാസി സിനിമയുടെ ഓവർസീസ് റൈറ്റ്സ് ഫാർസ് ഫിലിം സ്വന്താക്കിയിട്ടുണ്ട്. ഫാർസ് വൻ തകർപ്പൻ പരിപാടികളാണ് കേട്ടോ. അതെ, നമ്മുടെ AR മുരുകദോസാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ശിവകാർത്തികനാണ് നായകൻ. ഓക്കെ, വ്യത്യസ്തമായ സാധനമാണെന്നാണ് കേട്ടത് കേട്ടോ. അടുത്തത് സിക്കന്ദർ. AR മുരുകദോസ് സംവിധാനം ചെയ്യുന്ന സിനിമ സിക്കന്ദർ സിനിമയുടെ റിലീസ് ഡേറ്റ് മാർച്ച് 27-ൽ നിന്ന് മാറ്റാൻ സാധ്യത കാണുന്നു. മാർച്ച് 30-ലേക്ക്.
അങ്ങനെയാണെങ്കിൽ എമ്പുരാന് 3 ദിവസം കിട്ടും. അതെ, അതായത് അവിടെയൊന്നും വലിയ പ്രശ്നം വരുന്നില്ല. ഓവർസീസിലൊന്നും ഒരു വിഷയം ഉണ്ടാവില്ല. പിന്നെ തമിഴ്നാട്ടില് നമ്മുടെ വിക്രം സിനിമ, അതും സൂര്യൻ, അതൊന്നും മാറ്റിയാൽ മതിയായിരുന്നു. അതാണ് തമിഴ്നാടാണ് ഒരു. ഒയ്യോ, തെലുങ്കാന ഹരിഹര വീരമല്ലു, അതെന്നത്തേക്ക് മാർച്ച് 28. അത് മാറ്റിയേക്കാം, ചാൻസ് ഉണ്ട്. എന്താണെങ്കിലും നീ എന്നെ ജീവിക്കാൻ സമ്മതിക്കൂലല്ലേ. ഞാനൊരു ഹേമരുദാസ് എടുക്കുമ്പോ അവൻ വന്നിട്ട് എടുക്കും, ഒരു മലയാളം എടുക്കുമ്പോ അവൻ വന്നിട്ട് അടുത്ത മലയാളം 2 വരെ എടുക്കും. 5-2 ശരി, അഹങ്കാരം കൂടുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ അതായത് ഒരു ഇറക്കമുണ്ടെങ്കിൽ ഒരു കയറ്റമുണ്ട്, ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട്. അയ്യോ, അടുത്ത വർഷം ഉണ്ട് പോകാം, അത് സാരല്ല, ഈ വർഷം കിട്ടട്ടെ. അടുത്ത വർഷം, ഈ വർഷം തന്നെ ഞാൻ തിരിച്ചു വരും, കൊണ്ടുപോകും ഞാൻ. വരണം, ഒരു മത്സരത്തിന്റെ വൈബ് വരുള്ളൂ. തീർച്ചയായിട്ടും. എനിക്കിപ്പോ ബോറടിച്ചു തുടങ്ങി, ജയിച്ച് ആകെ 5 എണ്ണം കണ്ടല്ലേ മുന്നിലുള്ള ജയിച്ചിട്ടുള്ളൂ, 50 ഒന്നും ജയിച്ചിട്ടില്ലല്ലോ. എന്താലേ 5 എണ്ണം മുന്നിൽ നിന്നപ്പോഴത്തേക്ക് ഇമ്മാരി അഹങ്കാരം. 5 അതിനേക്കാൾ അപ്പുറത്തുണ്ട് തോന്നുന്നു. കണക്കെന്തായാലും ചിലരെ 11-6 ഞാൻ കണ്ടായിരുന്നു. അപ്പൊ 11 12 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 12 കഴിഞ്ഞോ? ബ്ലഡി ഫുൾ. ലാസ്റ്റ് 2 ഞാനല്ലേ ജയിച്ചത്, എപ്പിസോഡിന്റെ ലാസ്റ്റ്. അതെനിക്ക് തോന്നുന്നില്ലല്ലോ. എന്നാ നോക്കിയാ മതി, എന്ന് കമന്റ് ബോക്സ് കണ്ടാലും. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. ക്രിക്കറ്റ് കളിക്കണം, എവിടെയെങ്കിലും പോയി. ഞാൻ ഇനി ഒന്നും തന്നെ ചേട്ടന്റെ കൊച്ചിന്റെ ഒപ്പം കളിക്കും.